ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് ഓമന. ഓമന ചേച്ചി. ഓമന ചേച്ചി, ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഇത് ചെറിയക്കാനം പാലമണിക്കാണത്. ചെറിയക്കാനം, അതായത് നമ്മുടെ ചാലാക്ക ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് തന്നെ, തൊട്ടടുത്ത് തന്നെയാണ് ചേച്ചി. അപ്പൊ നമ്മള് ഈ കാണുന്ന ഇതിപ്പോ വൈക്കോലിന്റെ റോളല്ലേ കാണുന്നത്? എത്ര രൂപയുടെ റോൾ വെച്ചത്? ഇത് 120 രൂപയാണ് ഈ റോളിന്. ഈ റോളിന് 120 രൂപയാണ് ഈ റോളിന്റെ വില അല്ലെ? ഈ വൈക്കോല് കണ്ടു കഴിഞ്ഞാല് ഇത് ശരിക്കും വൈക്കോല് തന്നെയാണോ എന്ന് സംശയിക്കും അല്ലെ? ഭയങ്കരമായ പൊടിയാണ് അല്ലെ? അതായത് ഇത് പശു ഇത് ബാക്കി വരത്തേയുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാല് നല്ല വൈക്കോലല്ല ഇത്, നല്ല വൈക്കോലല്ല അല്ലെ? 120 രൂപയുടെ റോൾ എന്ന് പറഞ്ഞിട്ട് കർഷകനെ പറ്റിക്കല്ലേ ഇത് ചെയ്യണത് അല്ലെ? പൊടി വൈക്കോല് അല്ലെ? ഇതിപ്പോ കർഷകർക്കും ഇതിനൊന്നും കിട്ടാനില്ല. അല്ല, ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ കർഷകർക്ക് ഒന്നും കിട്ടാനില്ല. പക്ഷെ ഇത് ലോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിനേക്കാളും താഴെയുള്ള വൈക്കോലാണ് ശരിക്കും. ഇത് വൈക്കോൽ എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു വേറെ പുല്ലൊക്കെ കയറി വന്നെന്ന് തോന്നുന്നു. പുല്ലൊക്കെ ഉണ്ടാവും. ഇപ്പോഴത്തെ മിക്ക റോളുകളുടെ അവസ്ഥ ഇതാണ്. നമ്മള് ചിലപ്പോൾ 360 രൂപ കൊടുത്ത് വലിയ റോള് വാങ്ങിച്ചാലും ഏതാണ്ട് ഇതേപോലൊക്കെ തന്നെയുള്ള വൈക്കോലാണ് സാധാരണ ഇപ്പൊ കിട്ടാറല്ലേ? അല്ലെ? ഇതിപ്പോ നമ്മുടെ ഈ നാട്ടിൽ തന്നെയാണോ വാങ്ങണോ അതോ പാലക്കാടോ അതോ? നാട്ടിൽ തന്നെയാണോ? ഇത് ഇവിടെയുള്ള കൊയ്ത്ത് പാടങ്ങളിൽ നിന്ന് വാങ്ങിക്കും. കൊയ്ത്ത് പാടങ്ങളിൽ ഇവിടെ കൊണ്ടുതരും. 120 രൂപയ്ക്ക് നമുക്ക് തരും. എന്താ 120 രൂപയ്ക്ക് തരാൻ കാരണം? സാധാരണ 300 രൂപയ്ക്കാണല്ലോ, 300-360 രൂപയാണ്. അല്ല, ഈ തവണ വൈക്കോലിനൊക്കെ ചെലവ് കുറവാണ്. വൈക്കോലിന് ചെലവ് കുറവാണ്. ആരും വൈക്കോല് എടുക്കണില്ല, ഇത്തവണ എടുക്കുന്നില്ല. അതെന്ത് പറ്റി? അത് കൃഷി ഒരുപാട് ചെയ്യേണ്ട ആൾക്കാർ ഒരുപാട് ചെയ്യുന്നോണ്ട് അപ്പൊ ഒരുപാട് കിട്ടാനുണ്ട് അല്ലെ? കിട്ടാനുള്ളത് കൊണ്ട് ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മളിപ്പോ സൊസൈറ്റി വഴി അല്ലെങ്കിൽ നമ്മുടെ പാൽ സൊസൈറ്റി വഴി സാധാരണ റോള് കിട്ടാറുണ്ടല്ലോ. അത് നല്ല വൈക്കോലാണ്. അത് പാലക്കാടൻ വൈക്കോല്. പാലക്കാടൻ വൈക്കോലാണെങ്കിൽ ഇത്രയും പൊടി ഉണ്ടാവില്ല, പൊടി കുറവായിരിക്കും. പക്ഷെ ഇത് ഭയങ്കര പൊടിയല്ലേ? തിന്നാൻ സുഖം. ഇതിന് മയം ഉണ്ടെങ്കിലും പക്ഷെ ഭയങ്കര പൊടിയാണല്ലോ ചേച്ചി അല്ലേ? ഈ കാണുന്ന ഈ പൊടി ഈ റോളിൽ നിന്ന് വന്നാല പൊടിയല്ലേ അല്ലേ? ഈ കാണുന്ന ഫുള്ള് പൊടി ഇതെല്ലാം പശുവിന്റെ അകത്ത് പോകും അല്ലേ? ഇത് ഭയങ്കര പൊടി മാത്രമുള്ള ഇതൊന്നും തിന്നൂല. അതായത് ഈ റോളിന്റെ അകത്ത് കയറ്റി വെച്ചിരിക്കുന്നത് ഈ പൊടി മാത്രമാണ്. അപ്പൊ നമ്മൾ വാങ്ങിച്ച 120 രൂപ എന്ന് പറയാൻ നമ്മൾ കൊടുത്താൽ 120 രൂപയ്ക്ക് ഈ റോള് ശരിക്കും ഉണ്ടോ? 120 രൂപയ്ക്ക് ഉണ്ടോ ഈ റോള്? 120 രൂപയ്ക്ക് ഇല്ല. ഒരു 15 മുടി വൈക്കോല് ഉണ്ടാവില്ല, ഒരു 10 മുടി വൈക്കോല് ഉണ്ടാവുള്ളൂ. പോലും ഇല്ലാത്ത ഈ റോളിന് 120 രൂപ വാങ്ങിച്ച് കർഷകരെ പറ്റിക്കാണ് അല്ലേ? പറ്റിക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാല് ഞങ്ങളത് പറയൂല, ഞങ്ങള് കൃഷിക്കാരാണല്ലോ. അതെ. അപ്പൊ അവർക്കും ഇതിന് എന്തെങ്കിലുമൊക്കെ കിട്ടണമല്ലോ. പക്ഷെ എന്നാലും നമ്മൾ ഇതൊരു ജീവിക്ക് കൊടുക്കുന്നല്ലേ? നമ്മളും ഫുഡ് കഴിക്കുമ്പോൾ നല്ല ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ, അല്ലാണ്ട് മോശമായ ഫുഡ്. ഇപ്പൊ നമ്മൾക്ക് എത്ര പൈസ ഇല്ല എന്ന് പറഞ്ഞാലും നമ്മള് ഉള്ള പൈസക്ക് ഏറ്റവും നല്ലത് വാങ്ങിക്കാനല്ലേ നമ്മൾ ശ്രമിക്കുള്ളൂ, നല്ലത് കഴിക്കാൻ ശ്രമിക്കുള്ളൂ. ഇപ്പൊ നമുക്ക് പാല് തരുന്ന ഒരു ജീവിയാണ് പശു. അതിന് കൊടുക്കുന്ന ഫുഡ് ഇത് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൊടുക്കുമ്പോ പശുക്കൾ ഫുള്ളും തിന്നാറുണ്ടോ ചേച്ചി? ഈ പൊടി നിറച്ച് പൊടി ഫുള്ള് പൊടിയായിരിക്കും. അതായത് ഈ സാധനം ഇങ്ങനെ കുടഞ്ഞാ വരുന്നത് മിക്കതും പൊടിയാണ് അല്ലെ? അതായത് അത്രയ്ക്ക് ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു വൈക്കോലാണിത് അല്ലെ? ഇത് മാത്രമല്ല, നമ്മളിപ്പോ പാലക്കാട് നിന്ന് വരുന്ന പല വൈക്കോലുകളും ഈ ഒരു അവസ്ഥയാണെന്ന് നമുക്ക് കാണാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു കർഷകന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആ വൈക്കോലിന്റെ റോളിനകത്ത് ഒരു പാമ്പിന്റെ പടം കിട്ടി പുള്ളിക്ക്. പാമ്പിന്റെ പടം കിട്ടണു. പിന്നെ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് പല സാധനങ്ങൾ തിരികെ കയറ്റി വെക്കണു. ഇതൊക്കെ ഇപ്പൊ വൈക്കോലിന്റെ റോളിനകത്ത് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ട് ചേച്ചി ഇവിടെ? ഇതില് മണ്ണാങ്കട്ടയൊക്കെ കയറി അത് പിന്നെ ഈ പാടത്തെ ആ കട്ടകളാന്ന് വിചാരിക്കാം, മെഷീൻ കൊണ്ട് വേറൊന്നും ഉണ്ടാവാറില്ല. എന്തായാലും ഈ റോളിന് 120 രൂപയുള്ളൂ. 120 രൂപയ്ക്ക് ഈ റോള് അതിന്ന് എടുത്തു കുറച്ച് ഇതിന്ന് എടുത്തു. അപ്പൊ എന്തോരം ഉണ്ടായിരുന്നു വന്നപ്പോ? വന്നപ്പോ കുറച്ചു ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ അവര് ശ്വാസം മുട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ പൊടി ഉറപ്പായിട്ട് ശ്വാസം മുട്ട് വരും. കാരണം ഈ പൊടി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാല്. പൊടി ഇല്ലാത്ത വൈക്കോല് കിട്ടാൻ എന്താ ചെയ്യാ ചേച്ചി? പൊടി ഇല്ലാത്ത വൈക്കോല് പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ കർഷകർക്ക് മുതലാവൂല. കണ്ണ് കെട്ടി വരും.
കണ്ണ് കെട്ടി വരും. കണ്ണ് വൈക്കോല്. കണ്ണ് വൈക്കോല് അത് നല്ല വൈക്കോലായിരിക്കും. അത് നല്ല വൈക്കോലായിരിക്കും, പൊടി കുറവായിരിക്കും, നമുക്ക് വിലയുള്ള വൈക്കോലായിരിക്കും. വിലയുള്ള വൈക്കോലാണ്. ഓരോ കണ്ണെടുത്തിട്ട് കൊടുക്കാൻ നമുക്ക് നല്ല സൗകര്യമാണ്. ഇതിങ്ങനെ കെട്ടഴിച്ച് കുടഞ്ഞൊക്കെ വരുമ്പോഴേക്കും ഇതിൽ പൊടി കൂടുതൽ. ഇത് കുടയണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മൂക്ക് കെട്ടണം, കണ്ണ് കെട്ടണം. അല്ലാണ്ട് മറ്റേ കണ്ണ് കെട്ടിയ വൈക്കോലല്ല, നമ്മൾ ആദ്യം കണ്ണ് കെട്ടിയിട്ട് മൂക്ക് കെട്ടിയിട്ട് വേണം ഇത് കുടയാൻ, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ രോഗികളായി മാറും, അല്ലെ? ഉറപ്പല്ലേ? എന്തായാലും ഈ സാധനമാണ് നമ്മുടെ പശുക്കൾക്ക് കൊടുക്കുന്നതെങ്കിൽ ഇതിന്റെ എനിക്ക് തോന്നുന്ന ഒരു പകുതി വൈക്കോല് പശുവിന് തിന്നാം, ബാക്കി പകുതി ഏതാണ്ട് ഈ കാണുന്ന പോലെ പൊടിയായിരിക്കും, ഉറപ്പായിട്ടും പൊടിയായിരിക്കും. ഈ പൊടിയൊന്നും പശു തിന്നൂല. നമ്മള് കൊടുക്കുന്ന പൈസക്ക് ഒരു മുതലാണ് ഈ കാണുന്നത്. എന്തായാലും ഈ പൊടിയൊന്നും പശു തിന്നില്ലെന്ന് ഉറപ്പാണ്. എന്തായാലും നല്ല വൈക്കോല് അപ്പൊ പാലക്കാട് നിന്ന് മാത്രമേ കിട്ടുള്ളൂ എന്നാണോ ചേച്ചിയുടെ അഭിപ്രായം? അതോ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടും? നാട്ടില് കണ്ണ് വൈക്കോല് കിട്ടണമെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പൊ കണ്ണ് വൈക്കോലൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോ വൈക്കോല് മാത്രമാണെന്ന് ചേച്ചിക്ക് പറയാൻ പറ്റുമോ? വൈക്കോലും പുല്ലും ഉണ്ടാവും. കുറെ പുല്ല് കുത്തി കയറ്റിയിട്ടുണ്ട്, അതൊക്കെ പുല്ലാണ്. ഇതൊക്കെ അല്ലെ പാടത്ത് ശരിക്കും ഒരു എന്താ പറയാ, കൊയ്ത്ത് കഴിഞ്ഞാൽ അവിടെ പുല്ലുണ്ടാവാൻ സാധ്യത കുറവാണ്. പിന്നെ ഇതൊക്കെ വന്നെങ്ങനെയാ? ആ പുല്ലൊക്കെ പാടത്ത് തന്നെ ഉള്ളതാണത്. പക്ഷെ എന്നാലും ഒരു പരിധിയില്ലേ ചേച്ചി, നിറച്ചും പച്ച കാണുന്നുണ്ട്. ഇത് നമ്മള് ഇത് നോക്കിട്ടല്ലോ അങ്ങനെ. ശരിയാണ്. അല്ല, നമുക്കിപ്പോ അതിന് നേരമില്ല. നമ്മൾ പൈസ കൊടുക്കുന്നു, നമ്മുടെ വീടിന് മുമ്പിൽ കൊണ്ടുവരുന്നു. പക്ഷെ ഇത് കർഷകനോട് ചെയ്യുന്നത് ശരിക്കും ദ്രോഹം ചെയ്യുന്നു. പക്ഷെ എന്നാലും നമുക്ക് ലാഭം വേണം, ചെയ്യുന്ന കർഷകന് ലാഭം വേണം, അത് വേണം. പക്ഷെ ഒരു പരിധിയില്ല എല്ലാത്തിനും, അല്ലേ? ഇത് ഭയങ്കരമായിട്ട് പൊടി നിറഞ്ഞ ഇങ്ങനത്തെ വൈക്കോലൊന്നും കൊടുക്കാതിരിക്കുന്ന ഏറ്റവും നല്ലത്. എന്തായാലും ചേച്ചി ഇപ്പൊ മറ്റേ ടൈപ്പ് വൈക്കോല് വാങ്ങാറുണ്ടോ? കണ്ണു വൈക്കോല. കണ്ണു വൈക്കോലല്ലേ ചേച്ചി? പാലക്കാടൻ തീരെ ഇല്ലാതാവുമ്പോ ഡയറി കൊണ്ടുവരും. അപ്പൊ ഞങ്ങൾ വാങ്ങും. ഇപ്പൊ ഞാൻ ഈ സാധനം എടുത്തപ്പോ തന്നെ എന്റെ കൈമൊക്കെ നിറച്ചും പൊടിയാട്ടോ. അതിപ്പോ പൊടി ചൊറിച്ചിലും വരും. അപ്പൊ ഈ സാധനം പശുവിന്റെ അകത്ത് നിന്നതിന് എന്താ സംഭവിക്കാന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാം, അല്ലേ? ശരി ചേച്ചി, അപ്പൊ താങ്ക് യു. എന്തായാലും നല്ല വൈക്കോല് വാങ്ങിച്ചു കൊടുക്കട്ടോ പശുവിന്.